ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഹരിശങ്കർ ശരണ്യെ വിളിച്ച് സംസാരിക്കുകയാണ്. എൻ്റെ കൂട്ടുകാരൻ ജോമോൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷനാണ്, നീ വരണം. അപ്പോൾ ശരണ്യ ചോദിക്കുന്നുണ്ട്, ഞാൻ വരണോ ഹരിയേട്ട? നീ വരണം, എല്ലാവരും വീട്ടിൽ കാണുമെന്നൊക്കെ പറയുന്നുണ്ട്. അവൾക്ക് വീട്ടിൽ നിന്ന് പോകാൻ പെർമിഷനൊന്നും ഇല്ല, എങ്കിലും ഹരിയോടുള്ള വിശ്വാസം കൊണ്ട് സ്നേഹം കൊണ്ട് മാത്രമാണ് ആ കുട്ടി പോകാൻ തയ്യാറാവുന്നത്. അവൾക്ക് ഹരിയോടുള്ളത് സിൻസിയറായിട്ടുള്ള ഒരു ഇഷ്ടമാണ്. പക്ഷേ ഹരി അവളെ ട്രാപ്പിലാക്കണം എന്നുള്ള കാര്യം അവൾക്കറിയില്ല. അവൾ അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ പുറത്താണ് ഹരി വിളിച്ച പ്രകാരം വരാൻ സമ്മതിക്കുന്നത്. ശേഷം രോഹിത്തിനെ വിളിച്ച് ഹരിശങ്കർ സംസാരിക്കുന്നുണ്ട്. എടാ, ശരണ്യെ വീട്ടിൽ നിന്ന് ഇറങ്ങും, ഞാനും അവളെ പിക്ക് ചെയ്തുകൊണ്ട് കാറിൽ അങ്ങോട്ട് വരും, നീ നേരത്തെ അങ്ങോട്ട് വന്നാൽ മതി, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം അവിടെ ഉണ്ടെന്ന് പറയും. അപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട്, എടാ ഹരി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് നല്ല ടെൻഷനുണ്ട്, അച്ഛനെങ്ങാനും അറിയാവില്ല, അല്ലെങ്കിൽ തന്നെ പുറകെ നടന്ന് ഭയങ്കര ഉപദേശമാണ്, എന്തെങ്കിലും അറിഞ്ഞാലോ പോലീസ് കേസൊക്കെ ആയാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്നൊക്കെ പറയും. ഇത് അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല, നിനക്ക് പണ്ടത്തെ അലീനയുടെ സംഭവമൊക്കെ അറിയാമല്ലോ, ഇത് അതുപോലൊന്നും അല്ല, നീ വെറുതെ പേടിക്കേണ്ട, നിനക്ക് ഭയങ്കര ടെൻഷനും നിൻ്റെ സംസാരത്തിലൊക്കെ എന്തോ ഒരു പതർച്ച, ഒരു കുഴപ്പമില്ല, നീ അങ്ങ് വന്നാൽ മതിയെന്ന് പറയും. അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി ലേറ്റ് ആവുമെന്ന് പറയും. അങ്ങനെ പതിവിൽ നേരത്തെ രോഹിത് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും താഴെ ഡൈനിങ് ഹാളിൽ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പം താഴോട്ട് ഇറങ്ങി രോഹിത്തിനെ കാണുമ്പം, എന്താ രോഹിത്തെ, നീ ഫുഡ് കഴിക്കുന്നില്ലെന്ന് ചോദിക്കും. എനിക്ക് ഇച്ചിരി നേരത്തെ പോകണം. എന്താ? അത് ഹോസ്പിറ്റലിൽ പോയി അമ്മയൊന്ന് കാണണമെന്ന് പറയും. എന്തായാലും നീ കഴിച്ചിട്ട് പോകാൻ ബാലേന്ദ്രൻ നിർബന്ധിക്കും. കഴിക്കത്തില്ല. അപ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു സംതിങ് റോങ് നമുക്ക് എന്തോ ഒന്ന് തോന്നും, അലീനയ്ക്ക് തോന്നും. അപ്പോഴത്തേക്ക് അങ്ങ് ഇറങ്ങും. അപ്പോഴത്തേക്ക് അലീന പറയാം, അച്ഛാ എന്ത് പറ്റി രോഹിത്തിന്? ഒരു ടെൻഷൻ കണക്ക്, പതിവില്ലാത്ത കണക്ക് എന്തോ ഒരു സംശയം, ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കുമോ രോഹിത് പോകുന്നതെന്ന് ചോദിക്കും. ഉടനെ ബബിത ചോദിക്കും, നിനക്കെല്ലാത്തിനും സംശയമാണ് എന്നൊക്കെ പറയും. അതെന്താ രോഹിത്തിന് എന്താ അമ്മയെ കാണാൻ ഹോസ്പിറ്റലിൽ പോയിക്കൂടാ എന്ന് ചോദിക്കും. ചോദിക്കും, അതല്ല, എനിക്കെന്തോ സംശയം പോലെ, എന്നാലും അച്ഛൻ ഹോസ്പിറ്റലിൽ പോയെന്ന് അന്വേഷിക്കണം, കോളേജിൽ ഒന്ന് തിരക്കണമെന്ന് പറയും. എന്താ മോളെ, അല്ല എന്തോ സംശയം ഉണ്ട് അച്ഛൻ, എന്തായാലും അച്ഛനൊന്ന് അന്വേഷിക്കണേന്ന് പറയും. മോൾ വിഷമിക്കേണ്ട, അച്ഛൻ എന്തായാലും ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട്, ഹോസ്പിറ്റലിൽ കയറി അന്വേഷിക്കാമെന്ന് പറയും. അങ്ങനെ ഈ ബാലചന്ദ്രൻ നേരെ വൈജയന്തിയെ കാണാൻ ഹോസ്പിറ്റലിലോട്ട് വരുന്നുണ്ട്. ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് വൈജയന്തിക്ക് അത്ര തൃപ്തിയില്ല ബാലേന്ദ്രൻ വരുന്നത് കണ്ടിട്ട്. നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നിങ്ങളോട്ടുള്ള ബില്ലെല്ലാം ഞാൻ പേ ചെയ്തല്ലേ എന്ന് ചോദിക്കും. അതെന്താ, എനിക്കൊന്ന് നിന്നെ കാണുന്നതിലുള്ള പ്രശ്നമുണ്ടെന്ന് ചോദിക്കും. നീ എനിക്കെതിരെ കോടതിയിൽ മൂവ് ചെയ്യാൻ പോവുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ വരുന്ന ഇഷ്ടമല്ലായിരിക്കും. അല്ല, നീ ഇവിടെ നിന്ന് ഇറങ്ങി എങ്ങോട്ട് പോകാനാണ് തീരുമാനം? കൊല്ലപ്പള്ളിക്കോ അതോ വേറെ വാടക വീടെടുത്തോ? അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. എനിക്ക് സ്വന്തമായിട്ട് പോകാൻ വീടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ടൊരു വീടെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, എനിക്ക് ജോലിയുണ്ട്, വരുമാനമുണ്ടെന്നൊക്കെ പറയും. അതൊക്കെ എനിക്കറിയാം. എന്തായാലും ഒറ്റയ്ക്ക് പോകണ്ട, നിൻ്റെ കൂടെ ബബിതയും രോഹിത്തും കൂടി കാണുമെന്ന് പറയും. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ വേണ്ടതുപോലെ ചെയ്യാമെന്നൊക്കെ പറയും. രോഹിത് ഇങ്ങോട്ട് വന്നോന്ന് ചോദിക്കും, നിന്നെ കാണാൻ. എന്നെ കാണാനോ? ഇല്ല. എന്താ? അല്ല, അവൻ നിന്നെ കാണാൻ ഹോസ്പിറ്റലിലോട്ട് വരുന്ന കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണെന്ന് പറയും. അവർക്കൊന്നും നമ്മളെ കാണാൻ സമയമില്ലല്ലോ എന്ന് പറയും. നീയല്ലേ നിൻ്റെ മക്കൾ ഒരു കുഴപ്പവും ചെയ്യത്തില്ല, വളരെ നല്ലവരാന്ന് പറയുന്നത്. ഞാൻ പണ്ടേ നിൻ്റെ അടുത്ത് പറയാം, മക്കളെ ശ്രദ്ധിക്കണം. അപ്പോൾ നിനക്ക് നിൻ്റെ മക്കൾ പൂർണ്ണ വിശ്വാസമാണ്, ആയിക്കോട്ടെ എന്ന് പറയും. അതിനുശേഷം ബാലേന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങും. അപ്പോൾ അവിടെ രോഹിത് ചെന്നിട്ടില്ല. വീട്ടിൽ പറഞ്ഞത് ഹോസ്പിറ്റലിൽ അമ്മയെ കാണാൻ വരുമെന്നാണ്. അപ്പം ബാലേന്ദ്രൻ എന്തോ ഒരു സംശയം, പെട്ടെന്ന് കോളേജിൽ ചെല്ലുമ്പോൾ കോളേജിലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇവൻ എവിടെ പോയെന്നുള്ളത് ബാലേന്ദ്രൻ അന്വേഷിക്കും. കാരണം രണ്ടിടത്തും ചെന്നിട്ടില്ല, ഇയാൾ പോകാൻ സാധ്യതയുള്ള 2 സ്ഥലം അവിടെ മാത്രമാണ്. അപ്പോഴത്തേക്ക് ശരണ്യം കൂട്ടിക്കൊണ്ട് ഹരിശങ്കർ കാറിൽ വരികയാണ്. കാറിൽ വന്നിട്ട് പുതിയൊരു ഡ്രസ്സൊക്കെ ഇടാൻ വേണമെന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ വലിയൊരു ടെക്സ്റ്റൈൽസിൽ ചെന്നിട്ട് നല്ല ഏറ്റവും വില കൂടിയ ഒരു ബ്രാൻഡഡ് ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കും ശരണ്യയ്ക്ക്. അങ്ങനെ ട്രയൽ റൂമിൽ പോയി ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ടാണ് പുറത്തോട്ട് ഇറങ്ങി വരുന്നത്. അപ്പം ഹരിശങ്കർ ഇങ്ങനെ അടിമുടിയൊന്ന് നോക്കും ശരണ്യെ. ഇപ്പം നീ നല്ല സുന്ദരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞ്. സുന്ദരിയായിട്ട് എന്താ കാര്യം? വിരളെ പോലും തൊടാൻ നീ സമ്മതിക്കത്തില്ലല്ലോ ഹരിയേട്ടാ, എപ്പോഴും എന്തിനാ ഇങ്ങനെ പറയുന്നത്? നമ്മളെന്തായാലും വിവാഹം കഴിക്കുമല്ലോ, അതിനുശേഷം മാത്രം ഇങ്ങനെയുള്ള അടുപ്പ് നോക്കാൻ മതി, അല്ലാതെ ഒന്നും ശരിയാവത്തില്ലെന്നൊക്കെ പറയും. ശരി, ആയിക്കോട്ടെ എന്ന് പറയും. ഞാനിനി ഒന്നും പറയുന്നില്ലേ, എന്തായാലും നീ ബർത്ത്ഡേ ഫംഗ്ഷന് വരാൻ സമ്മതിച്ചില്ല, അത് തന്നെ വലിയ കാര്യമെന്ന് പറയും. ഹരിയേട്ടൻ അവരുടെ മുമ്പ് നാണം കണ്ടെന്ന് കരുതി ഞാൻ വന്നതെന്ന് പറയും. എന്നെ നേരത്തെ കൊണ്ടുവിട്ടു, ഉച്ചയ്ക്ക് മുമ്പ് തിരിച്ചുകൊണ്ടാക്കണേ ഹരിയേട്ടാ എന്നൊക്കെ പറയും. നീ ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കടി, ഞാൻ നിന്നെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞില്ലോ. അങ്ങനെ നേരെ 2 പേരും കൂടി വരികയാണ്. വരുന്ന സമയത്ത് കാറിൽ കയറിയിട്ട് ഒരു കോള എടുത്തു കൊടുക്കും കുടിക്കാൻ. അപ്പോൾ ശരണ്യയ്ക്ക് എന്തോ സംശയം, എന്തായത്? അത് കോളയാണ്, നീ കുടിക്കാൻ പറയും, നീ വളരെ വേർക്കുന്നെന്ന് പറയും. എനിക്ക് വേണ്ട. നിനക്കെന്നെ സംശയമായിരിക്കും. ശരി, കോള കുടിക്കണ്ട, വെള്ളം കുടിക്കാമല്ലോ എന്ന് പറയും.
അപ്പോൾ ശരണ്യ അറിയുന്നില്ല ഇതിനകത്ത് രണ്ടിലും പൊടി കലർത്തിയിട്ടുണ്ടെന്ന് വിവരം. ശരണ്യ വിശ്വസിച്ച് വെള്ളം കുടിക്കും. വെള്ളം കുടിക്കുമ്പോൾ തന്നെ ശരണ്യക്ക് ചെറിയൊരു മയക്കം കണക്ക് ഇങ്ങനെ വരും. പിന്നെ കാറിലിരുന്ന് ഈ ലോകത്ത് ഹരിശങ്കർ ഓരോന്ന് പറയുമ്പോഴും ശരണ്യ ഇങ്ങനെ മൂളി കേൾക്കത്തമാകും. അപ്പോഴത്തേക്ക് തന്നെ പകുതി ഒരു അബ്നോർമൽ ആ ഒരു അവസ്ഥയിലോട്ട് പോകും. നേരെ വരുന്നത് ആ ഒരു വീട്ടിലോട്ടാണ് നേരെ കൊണ്ടുവരുന്നത്. ഞാൻ എന്താ ഹരിയേട്ടാ ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ ലക്ഷണങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ. അത് ഫംഗ്ഷൻ തുടങ്ങുമ്പോഴത്തേക്കെല്ലാം അറേഞ്ച്മെൻറ്റ് ചെയ്യാം, നീ അതുവരെ ഇവിടെ ഇരിക്കുക, ഞങ്ങളതെല്ലാം സെറ്റ് ചെയ്യാമെന്ന് പറയും. ആ ശരിയെന്ന് പറഞ്ഞ് ശരണ്യ റൂമിലിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് രോഹിത് ഇതെല്ലാം കാണുന്നുണ്ട്. ഹരിശങ്കർ ശരണ്യയും കൂട്ടിക്കൊണ്ട് റൂമിൽ വരുന്നതും സംസാരിക്കുന്നതും ഒക്കെ രോഹിത് മറിഞ്ഞു നിന്നിങ്ങനെ കാണുകയാണ്. രോഹിത്തിന് നല്ല ടെൻഷനും ഉണ്ട്. കുറച്ച് കഴിഞ്ഞ് ഹരിശങ്കർ റൂമിലോട്ട് വരുമ്പം ശരണ്യ നല്ല രീതിയിൽ അങ്ങ് വെള്ളം കൊടുത്ത മയക്കത്തിൽ അങ്ങ് നല്ലോണം അങ്ങ് മയങ്ങിപ്പോവും. ഇത് തന്നെ കിട്ടിയ അവസരമെന്ന് കരുതി ആ റൂമിൽ വെച്ച് തന്നെ ഹരിശങ്കർ ശരണ്യെ സ്വന്തമാക്കുകയാണ്. പിന്നെ മുൻപ് അവർ പ്ലാൻ ചെയ്ത കണക്ക് അവരുടെ കൂട്ടത്തിലുള്ളവരും അതേ തെറ്റ് തന്നെ ആവർത്തിക്കുന്നു. അതിനുശേഷം രോഹിത്ത് ഡോറ് തുറന്ന് പുറത്തിറങ്ങുകയാണ്. രോഹിത്ത് നല്ല രീതിയിൽ മദ്യപിക്കുകയും മയക്കുമരുന്ന് ഉപയോഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ബോധമില്ലാത്ത രീതിയിലാണ് റൂമിന് പുറത്തോട്ട് വരുന്നത്. അപ്പം അവിടെയാണ് നാളത്തെ നമ്മുടെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അതിനുശേഷം അബോധാവസ്ഥയിലായ ശരണ്യയെ ഹോസ്പിറ്റലാക്കുമോ, ഈ കുട്ടി ആരുടെങ്കിലും പേര് പറയുമോ എന്നതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഇത് പോലീസ് കേസാവുമോ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും. അപ്പോൾ നാളത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. നന്ദി.